എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യാത്തൊരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത ശരിക്കും വരുന്നത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ്. എന്താണ് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ലക്നൗ മുനിസിപ്പൽ കോർപ്പറേഷൻ, അതായത് ലക്നൗ മുനിസിപ്പാലിറ്റിയിൽ അവർ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഏകദേശം 4-5 ഏക്കർ വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇവർ വേസ്റ്റ് ഡംപ് ചെയ്യുക. ഈ സ്ഥലത്ത് ഒരുപാട് അനധികൃതമായ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒരു 10, 400, 500, 600 പേര് അവിടെ താമസിക്കുന്നുണ്ട്. അത് പെട്ടെന്നാണ്, കുറച്ച് കാലം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൂടിയത്. ഒരു 6 മാസത്തിനിടയിലാണ് ഒത്തിരി ആൾക്കാർ അവിടെ തമ്പടിച്ച് കൂടാൻ തുടങ്ങിയത്. അനധികൃതമായി ടെൻ്റൊക്കെ അടിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് ഒരു വിവരം ലഭിക്കുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രാത്രി കാലങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു. പ്രീമിയം കാറുകൾ വരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നു. സ്ത്രീകളടക്കമുള്ള ആൾക്കാർ വരുന്നു. അവിടെ എന്താണ് നടക്കുന്ന അവിടെ അടുത്തുള്ള ആൾക്കാർക്ക് പോലും വലിയ നിശ്ചയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയയുടെ ചുറ്റും ഒരുപാട് ഈ മുസ്ലിം ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അതായത് ആരും വിവരങ്ങൾ മുനിസിപ്പാലിറ്റി അധികൃതർക്കോ പോലീസിനോ വ്യക്തമായ ഒരു വ്യക്തമായ ഒരു ഇൻഫോർമേഷൻ ആരും കൈമാറിയിരുന്നില്ല. പക്ഷേ എങ്ങനെ വാർത്ത ചോർന്ന് കിട്ടുന്നു. അതായത് ഇവിടെ രാത്രി കാലങ്ങളിൽ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നു, പ്രീമിയം കാറുകൾ വരുന്നു, സ്ത്രീകളടക്കമുള്ള ആൾക്കാർ വരുന്നു എന്ന വിവരം കിട്ടുകയും മുനിസിപ്പാലിറ്റി അധികൃതർ പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് 10 പോലീസുകാർ, അവിടുത്തെ CI അടക്കം അവിടെ സന്ദർശിക്കാൻ വരുന്നു. അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി ശരിക്കും അവിടെ സന്ദർശിക്കാൻ വരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഈ CI അടക്കം അവരെ അറ്റാക്ക് ചെയ്ത് അവരുടെ ഈ CIയുടെ കഴുത്തിലെ സ്വർണ്ണമാല കൊണ്ടുപോയി, ഇദ്ദേഹത്തിൻ്റെ പേഴ്സ് കൊണ്ടുപോയി, മൊബൈൽ ഫോൺ അടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇവർ ശരിക്കും ലിറ്ററലി ഇവർ അറ്റാക്ക് ചെയ്തു. ഈ 10 പേര്, 2 പോലീസ് വണ്ടിയിലാണ് അവർ പോയത്. ഈ 10 പേരെയും അവിടെയുള്ള ആൾക്കാർ അറ്റാക്ക് ചെയ്തു. അതിനുശേഷമാണ് വാർത്ത പുറത്തു വരുന്നത്. അവിടെ അനധികൃതമായി ഒരുപാട് റോഹിംഗ്യൻ മുസ്ലിംസും ബംഗ്ലാദേശികൾ അതങ്ങനെ തന്നെ പറയണം, ബംഗ്ലാദേശികൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വാർത്ത ലഭിച്ചതിന് ശേഷമാണ് പിന്നെ എന്താ പറയുക, നേരെ ഈ മേയർ എന്ത് ചെയ്തെന്ന് പറയാം, നേരെ യോഗി ആദിത്യനാഥിനെ ഫോൺ ചെയ്തു. ഉത്തർപ്രദേശിലൊരു കൾച്ചറുണ്ട്. അതിപ്പം കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ എല്ലാ മുനിസിപ്പാലിറ്റി അധികൃതർക്കും ടോപ്പിലൊരാൾക്ക്, അതായത് മേയറാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് യോഗി ആദിത്യനാഥിനെ വിളിക്കാം. യോഗി ആദിത്യനാഥിൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അവരുടെ കയ്യിൽ. അവർക്ക് നേരിട്ട് വിളിക്കാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അനധികൃതമായി എന്ത് നടക്കുന്നില്ല, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേരിട്ട് യോഗിയെ വിളിക്കാം. അപ്പോൾ അദ്ദേഹം യോഗിയെ നേരിട്ട് വിളിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. വിത്തിൻ 1 അവർ, 1 മണിക്കൂറിനുള്ളിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായിട്ട് വരുന്നു. അവിടെ എല്ലാം ഇടിച്ച് നിരത്തുകയും ചെയ്യുന്നു. അനധികൃതമായി കെട്ടിയ ടെൻറ്റുകളും എല്ലാവരും കുടിയൊഴിപ്പിച്ച് ആ ഏരിയ, ഇന്ദിരാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ, ലക്നൗ മുനിസിപ്പൽ കോർപ്പറേഷൻ അണ്ടറിൽ വരുന്ന ഇന്ദിരാനഗർ എന്ന് പറയുന്ന ആ ഏരിയ മൊത്തം ക്ലീൻ ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ ബുൾഡോസർ വന്നു. 2 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി. അതിനുശേഷം സംശയം തോന്നിക്കുന്ന 10-60 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞ ഇവർ ശരിക്കും റോഹിംഗ്യൻ മുസ്ലിംസാണ്. പിന്നെ ബംഗാളികളല്ല, ഇവർ ബംഗാൾ, ആസാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, പാസ്പോർട്ട് അടക്കമുണ്ട് ഇവരുടെ കയ്യിൽ. ഇന്ത്യൻ പാസ്പോർട്ട് അടക്കം കയ്യിലുണ്ട്. അപ്പോൾ ഇവരെ അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇവർ ബംഗ്ലാദേശിൽ നിന്ന് നേരെ ബംഗാൾ വഴിയാണ് UPയിലെത്തിയത്. അവർ ബംഗാളെത്തി ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചതിന് ശേഷമാണ് നേരെ UPയിലോട്ട് വരുന്നത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കലാപം സൃഷ്ടിക്കുക, ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കുക, ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുക, ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കുക. പിന്നെ അതുമാത്രമല്ല, ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി തീവ്രവാദ ട്രെയിനിങ് കിട്ടാൻ വേണ്ടി പോലും പാസ്പോർട്ട് അടക്കം അവർ ഒപ്പിച്ചു കൊടുത്തിരുന്നു. ഇതിനൊരു റാക്കറ്റുണ്ട്. ശരിക്കും ഇവിടെ നടന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ പിടിച്ചതിന് ശേഷം പോലീസ് നേരെ ഇതിൻ്റെ അന്വേഷണം വ്യാപിച്ചു. ഇവർക്ക് ആരെ ID കാർഡ് കൊടുത്തു, എവിടുന്ന് പാൻ കാർഡ് കിട്ടി, എവിടുന്ന് പാസ്പോർട്ട് കിട്ടി, ഇതൊക്കെ അന്വേഷണം നേരെ ചെന്നെത്തുന്നത് ഇപ്പം ശരിക്കും ബംഗാളിലാണ്. നമുക്കറിയാം, ബംഗാളിലുണ്ടല്ലോ ഒരു വലിയ റാക്കറ്റുണ്ട്. ഈ റാക്കറ്റ് ആദ്യം മുമ്പ് CPMൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു ഗുണ്ടാ സെറ്റപ്പായിരുന്നു ഈ സംഭവം. അപ്പോൾ CPM അവിടുന്ന് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതോടുകൂടി ഇതേ ഗുണ്ടകളെല്ലാം നേരെ TMCയിലോട്ട് പോയി. ഇവരുടെ ഒരു ടാക്ടിക്സ് എന്താണെന്നറിയോ, ആരാണോ ഭരണത്തിൽ വരുന്നത് അവർ കൂടെ പോവാം. അപ്പോൾ മുമ്പ് CPMൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇതേ ഗുണ്ടകളൊക്കെ, അതായത് വലിയ റാക്കറ്റാണ് കേട്ടോ. അവിടെ ഇല്ലീഗലായിട്ടുള്ള എന്തും സംഭവിക്കും, എന്ത് നടത്തിത്തരാൻ കപ്പാസിറ്റിയുള്ള ഒരു സെറ്റപ്പായിരുന്നു അവർ നേരെ TMCയുടെ കൂടെ പോയി. കഴിഞ്ഞ 10 വർഷമായി അവർ TMCയുടെ ഭരണത്തിന് കീഴിൽ തട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അവർ മമതാ ബാനർജി TMCക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതേ ഹെൽപ്പ് മമതാ ബാനർജിക്ക്, അവരുടെ ഗവൺമെൻറ് TMCക്ക് ഇവർക്കും ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ബംഗാൾ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്.
ഇങ്ങനെ ഇല്ലീഗൽ മൈഗ്രൻസിന് വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും നൽകുന്നൊരു വലിയ നെറ്റ്വർക്കുണ്ട്. ഈ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ കച്ച കെട്ടി പുറപ്പെട്ടിരിക്കുന്നത്. അതായത് നേരെ യോഗിയുടെ ഈ ATS UP ATS നേരെ ചെല്ലാൻ പോകുന്നത് ബംഗാളിലേക്കാണ്. ഈ അന്വേഷണം കൊണ്ട് നേരെ ചെല്ലുന്നത് ബംഗാളിലേക്കാണ്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ആദ്യം പെടുന്നത് ശരിക്കും മമതാ ബാനർജിയാണ്. കാരണം വെച്ചാൽ മമതാ ബാനർജി തണലിലാണ് ഇവർ തട്ടിച്ചു കൊഴുത്ത് വളർന്നിരിക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിയിലെ മന്ത്രിസഭയിലെ പല പ്രമുഖർക്കും ഇവരായിട്ടുള്ള നല്ല ഡീലുണ്ട്, നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ ഈ അന്വേഷണം വേറെ ഡയമെൻഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥ് ഒരു കോംപ്രമൈസും ചെയ്യില്ല. അതായത് രാജ്യത്തിനെതിരെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരാളാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ യോഗിയുടെ ATS അവിടെ ചെല്ലുകയും ഇതിനെക്കുറിച്ച് വ്യാപകമായി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ ബംഗ്ലാദേശിലെ തീവ്രവാദികൾ, ബംഗ്ലാദേശിലെ സുഡാപ്പികൾ എന്താ പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾ ബംഗാൾ പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം മമതാ ബാനർജി പോലും പേടിച്ചു പോയി. എന്നുവെച്ചാൽ ബംഗാളിലെ പല ജില്ലകളും ഇപ്പോഴും ഭൂരിപക്ഷം മുസ്ലിംസാണ്. എന്തെങ്കിലും കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 6 ജില്ലകളിൽ ഇത്രയും മെജോറിറ്റി അവരാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ 6 ജില്ലകൾ വിചാരിച്ചാൽ ശരിക്കും അവിടെ എന്ത് വേണമെങ്കിലും നടക്കാം. ശരിക്കും അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് മമതാ ബാനർജി പറഞ്ഞത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ധ്വംസനം അവസാനിപ്പിക്കണമെന്ന് പോലും പറഞ്ഞു. മമതാ ബാനർജി നേരിട്ട് നരേന്ദ്രമോദിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു സുരക്ഷാപരമായ ഒരു കണ്ണ് വേണം, ഒരു എക്സ്ട്രാ ഒരു പ്രിക്കോഷൻ വേണം എന്ന രീതിയിൽ മമത നരേന്ദ്രമോദിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ബംഗാളിൽ കയറി മേയാൻ തന്നെയാണ് തീരുമാനം. അതായത് ഈ റാക്കറ്റ് പൊളിക്കുക, അതായത് ഈ അനധികൃതമായി വരുന്നവർക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ആ റാക്കറ്റ് ഉണ്ടല്ലോ, ആ റാക്കറ്റ് പൊളിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് യോഗിക്കുള്ളത്. പിന്നെ അത് മാത്രമല്ല ബംഗ്ലാദേശികളെ കയ്യോടെ പിടികൂടി ഉത്തർപ്രദേശിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികളും പിടികൂടി അതിർത്തി കടത്താൻ തന്നെയാണ് യോഗിയുടെ തീരുമാനം. പിന്നെ അതുമാത്രമല്ല ഇവർ പല ആൾക്കാർക്കും തീവ്രവാദം അൽ-ഖ്വയ്ദ പോലുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ പ്രത്യേകം പൊക്കിയിട്ട് യോഗി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യോഗിക്ക് ഇപ്പം മമതയ്ക്ക് യോഗിയോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു കാര്യം പറയാം, മമതയ്ക്ക് ഒരു കാര്യം അറിയാം, യോഗി രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. എന്ത് തന്നെയാലും ഉത്തർപ്രദേശിൽ ഒരു ശുദ്ധി കലശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനധികൃതമായി താമസിക്കുന്ന റോഹിംഗ്യൻസിനെയും ബംഗ്ലാദേശികളെയും അതിർത്തി കടത്താനുള്ള തീരുമാനം തന്നെയാണ്. ഇതിനിടയിൽ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നവരെ പൊക്കാനും തന്നെയാണ് യോഗിയുടെ തീരുമാനം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഉത്തർപ്രദേശിൽ നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി. ഈ ബംഗ്ലാദേശികളെ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി സുഡാപ്പികളൊക്കെ അതിർത്തി കടത്തി വിടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പെരുമ്പാവൂരിലൊക്കെ ആയിരക്കണക്കിന് ബംഗ്ലാദേശികളാണ്. ബംഗാളികൾ നമ്മളിന്ന് വിളിക്കുന്ന ബംഗ്ലാദേശികളാണ്. ഇവർക്ക് പലർക്കും തീവ്രവാദ സ്വഭാവമുള്ള മൃഗീയ സുഡാപ്പികളാണ്. എപ്പോഴെങ്കിലും ഒരു ബോംബ് പൊട്ടിച്ച് പോകാൻ തക്ക രീതിയിൽ അവർ ട്രെയിൻഡാണ്. ഇവരുടെ ഡോക്യുമെൻറ്റ്സും ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കേരളത്തിലും ഇഷ്ടക്കണക്കിന് ബംഗാളി സുഡാപ്പികളെ നമുക്ക് പിടിക്കാം പറ്റും, ബംഗ്ലാദേശ് സുഡാപ്പികളെ പിടിക്കാൻ പറ്റും. എന്തിനാലും യോഗി ആദിത്യനാഥ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. എല്ലാ സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാർ ഇതേ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. ഈ സുഡാപ്പികളൊക്കെ അതിർത്തി കടത്തി വിടാൻ പറ്റും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.